എല്ലാവർക്കും നമസ്കാരം. കിഫ്ബി 25ാം വാർഷികം ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. കിഫ്ബി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. വളരെ വൈകി വരേണ്ട വികസനം നേരത്തെ എത്തിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റാണ്, മേന്മയാണ്. കിഫ്ബി കേരളത്തിൽ നിന്ന് നടപ്പിലാക്കിയപ്പോൾ, പ്രത്യേകിച്ച് 2016 ശേഷമാണ് ഈ ആശയം അതിശക്തമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ കൊണ്ടോട്ടി മണ്ഡലം MLA എന്നുള്ള നിലക്ക് എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി മുഖേന വന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അതിൽ റോഡ് പ്രോജക്റ്റുകൾ 3 റോഡ് പ്രോജക്റ്റുകൾ വന്നു. അതുപോലെ തന്നെ ഒരു താലൂക്ക് ആശുപത്രിയുടെ ഒരു 45 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ വന്നു, 108 കോടി രൂപയുടെ. ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിൻ്റെ പ്രോജക്റ്റാണ്. അത് 104 കോടി രൂപയാണ്. 122 കോടി രൂപയായിരുന്നു പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഒരു ഹൈടെക് സ്കൂൾ 5 കോടി രൂപ, 6,000 കുട്ടികളധികം പഠിക്കുന്ന സ്കൂളുകൾ 3 കോടി രൂപ, പിന്നീട് അത് GSTയും ചേർത്ത് വന്നപ്പോൾ പല സ്കൂളുകൾക്കും 4 കോടി രൂപയോളം കിട്ടി. അതോടൊപ്പം തന്നെ 1 കോടി രൂപയുടെ 5 സ്കൂളുകളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ നന്നായി മുന്നോട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ കൊണ്ടോട്ടി മണ്ഡലം MLA എന്നുള്ള നിലക്ക് കിഫ്ബിയിൽ നിന്ന് കിട്ടിയ പ്രോജക്റ്റുകളടക്കം ഞങ്ങൾ കൊണ്ടോട്ടിയിൽ അത് നടപ്പിലാക്കി വരുന്നു. ആളുകൾ വളരെ സന്തുഷ്ടരാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു 50 വർഷം കഴിഞ്ഞിട്ട് വരേണ്ട വികസന പദ്ധതികൾ നേരത്തെ വരുന്നു എന്നുള്ള ഒരു ഗുണം ഇതിൻ്റെ അകത്തുണ്ട്. കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേരളത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യും. എൻ്റെ മണ്ഡലത്തിന് അത് ഗുണം ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിലെ ആളുകളൊക്കെ ടാക്സ് കൊടുക്കുമ്പോൾ ഈ മണ്ഡലത്തിന് അത് കിട്ടേണ്ടതാണ്. അപ്പോൾ ആ നിലക്ക് കിഫ്ബി മുന്നോട്ട് പോവട്ടെ. കിഫ്ബിയുടെ ഈ പുതിയ പ്രോജക്റ്റ്, ഈ പുതിയ 25ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് കിഫ്ബിക്കും അതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.